ഹലോ, ഗുഡ് മോർണിംഗ്. ഇതൊരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാൻ തോന്നി. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. നടന്നു പോവുകയാണ്, അടുത്ത് തന്നെ. ഒരു 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ രണ്ടും കൂടെ പോകുമ്പോഴത്തേക്ക് 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയൊക്കെ നടക്കാൻ വേണ്ടി മാത്രമാവും. പോകുന്ന കാര്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞായിരിക്കും നമ്മൾ നടന്ന് പോകുന്നത്. പിന്നെ അത് രണ്ടുപേരുടെ അഭിപ്രായവും പറഞ്ഞ് പിന്നെ വഴി കാണുന്ന ഓരോന്നിനെക്കുറിച്ച് സംസാരിച്ച് അങ്ങനെ ഇങ്ങനെ പോകും. അങ്ങനെ ഇപ്പം നമ്മൾ പൊക്കോട്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ 2 മയിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടായിരുന്നേ. ആദ്യം വേറെ എന്തോന്നാണെന്ന് വിചാരിച്ചത്. അപ്പോൾ അവളിങ്ങനെ പറയണുണ്ടായിരുന്നു മയിലിനെ പോലെ ഉണ്ടെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ അത് ശരിക്കും മയിലായിരുന്നു. അത് പിന്നെ അവിടെ ഒരു വീട്ടിനകത്തോട്ട് പെട്ടെന്ന് കയറി അങ്ങ് പോയി. സാധാരണ നമ്മളിവിടെയൊക്കെ ഒരെണ്ണം ഒറ്റയ്ക്കൊക്കെ വരുന്ന കാണാറുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് 2 എണ്ണം ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത്. അത് റോഡിൽ ഇങ്ങനെ നിൽക്കുന്ന. അതിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ ചെമ്പരത്തി, ഞാൻ ഇങ്ങനത്തെ ചെമ്പരത്തി എന്തോ കണ്ടിട്ടില്ല. അത് കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ലാത്തതാണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയരുത്, ഇത് കൊള്ളാൻ ഒരു വെറൈറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോൾ അത് സാധാ ഉള്ളതായിരിക്കും. എനിക്ക് കണ്ടതായിട്ട് അങ്ങനെ ഒരു ഓർമ്മ കിട്ടണില്ല. അങ്ങനെ 1 മണിക്കൂറെങ്കിലും എടുത്ത് നമ്മൾ അമ്പലത്തിലെത്തിയേ. പിന്നെ അമ്പലത്തിൽ നിന്ന് പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങിയിട്ട് നട അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ നടന്നെത്തിയപ്പോൾ തന്നെ നട അടയ്ക്കണ സമയമായി. അമ്പലത്തിൻ്റെ പരിസരത്തൊന്നും അങ്ങനെ ആരും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി കുറച്ച് ദൂരം കൂടെ നടന്നപ്പോഴത്തേക്ക് വെള്ളം കുടിക്കാത്ത നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പിന്നെ തൊട്ടടുത്ത് ഒരു കടയിൽ കയറി വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് കേട്ടോ നടന്നത്. ഇപ്പോഴത്തെ ചൂടത്ത് പിന്നെ പറയണ്ടല്ലോ, അത്രയും കൂടെ നടക്കുകയും കൂടെ ചെയ്തപ്പം രാവിലെ നല്ല ചൂടല്ലേ. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ നേരെ കാപ്പി പിടിക്കാനായിട്ട് കയറി കേട്ടോ. അപ്പം ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. അതും കഴിച്ചിട്ട് പിന്നെ അടുത്ത പണിയിലോട്ട് കയറി. കാരണം എന്തൊക്കെ ചെയ്തിട്ടും സ്റ്റിച്ച് നേരാവാതെ വന്നപ്പോഴത്തേക്കും ആ ബോബിൻ കേസ് ഇടുന്ന ആ സാധനമൊക്കെ ഊരിയിട്ട് ക്ലീൻ ചെയ്യേണ്ടി വന്നു. പിന്നെ അതെല്ലാം ഊരിപ്പറക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ഊരി ക്ലീൻ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഇതെനിക്ക് മുമ്പ് ശീലമൊന്നുമില്ല. ഇതിനൊക്കെ ഓരോ കംപ്ലൈൻറ്റ് വരുമ്പം ഓരോരുത്തർ ആയിരിക്കും പ്രശ്നമൊന്നും പറഞ്ഞിട്ട് അങ്ങ് ചെയ്ത് നോക്കും. അപ്പോൾ ചിലപ്പോൾ അങ്ങ് ശരിയായി. ക്ലീൻ ചെയ്ത് നോക്കുന്നതാണ്. പക്ഷെ ശരിയായി, പിന്നെ തയ്ക്കാനൊക്കെ പറ്റി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഏറ്റവും ലാസ്റ്റ് പിന്നെ ഇത് കണക്ക് മെയിൻ പ്രശ്നം വരുന്നത് സാധാരണഗതിയിൽ കൂടുതലും അടിനൂലാണ് ഇങ്ങനെ കുരുങ്ങി വരണം. പക്ഷേ ഇപ്പം അതിലെ മെയിൻ ത്രെഡാണ് ഇങ്ങനെ കുരുക്ക് വീണുകൊണ്ടിരുന്നത് കേട്ടോ. മെയിൻ ത്രെഡ് ഒരു സൈഡ് കറക്റ്റായിട്ട് വരും, മറ്റേ അടിനൂലിൻ്റെ കൂടെ അതൊരുമാതിരി ഇടയ്ക്കിടയ്ക്ക് വിട്ട് കുരുങ്ങി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് പിന്നെ കാര്യമാക്കാതെ തച്ച് പിന്നെ അതങ്ങ് റെഡിയായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ നമ്മൾ കണി വെച്ചാലുള്ളൊരു പേരയ്ക്ക ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഈ പേരയ്ക്ക ഇങ്ങനെ പഴുത്ത പേരയ്ക്ക കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമല്ല. പച്ച ഇങ്ങനെ ഉപ്പുമുളകൊക്കെ മുക്കി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അമ്മ പറഞ്ഞിങ്ങനെ അത് അത്ര പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് ഉപ്പുമുളകൊക്കെ ഇട്ട് തിന്ന് നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ അതിലൊരു പഴുത്തേൻ്റെ ഒരു ഇത് ആയതുകൊണ്ട് എനിക്ക് പിന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെ അത്ര കഴിച്ചില്ല അത്. ഞാൻ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ തച്ച് പകുതിയാക്കി വെച്ചിരുന്ന ഒരു ഡ്രസ്സ്, ശരിക്കും പറഞ്ഞാൽ അതൊന്ന് കുറച്ചൊന്ന് കുളമായി, ഉദ്ദേശിച്ച പോലെ വന്നില്ല. അതിനുള്ള തുണി തികയത്തില്ലായിരുന്നില്ല. എന്നാലും അതിൻ്റെ ബാക്കി തയ്ക്കാണ്ടായിരുന്നതൊക്കെ ഒന്ന് തച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചത്തേക്ക് മുട്ട ബിരിയാണി ആയിരുന്നേ. മുട്ട ബിരിയാണി എന്ന് പറയുമ്പം ഈ കോവിഡ് സമയത്തൊക്കെ ഒരുവിധം എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു റേഷൻ അരിയിലുണ്ടാക്കുന്ന മുട്ട ബിരിയാണി. അപ്പോൾ അത് നമ്മളിപ്പോഴും ഇടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. ഇവിടെ എല്ലാവർക്കും കുറച്ച് ഇഷ്ടമാണത്.